ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ഒരു പുതുപുത്തൻ പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടാണ് കണ്ടസ്റ്റൻസിൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്ന ഒരു പ്രൊമോ പുറത്തുവിടുന്നത്. ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വരുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിൻ്റെ ഫേസ് അല്ല റിവീൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേരിങ്ങനെ അറിയാനായിട്ട് കാത്തിരിക്കുന്ന കോമണേഴ്സ് കണ്ടസ്റ്റൻറ്റ്, ഈ പ്രാവശ്യം വരുന്ന 2 ഫീമെയിൽ കോമണർ കണ്ടസ്റ്റൻസിൻ്റെ ഫേസാണ് ഇപ്പോൾ ഒരു പ്രൊമോയിലൂടെ ഏഷ്യാനെറ്റ് റിവീൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ കോമണറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് റസ്മിൻ ബായ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് പറയേണ്ട ഒരു പെൺപുലി എന്ന് തന്നെ പറയാം. പുള്ളിക്കാരത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കണ്ടന്റുകൾ തരാൻ പറ്റുന്ന, നല്ല ടോക്കിംഗ് സെൻസ് ഉള്ളൊരു വ്യക്തിയാണെന്ന്. അതിലുപരി നമ്മുടെ സീരിയൽ സിനിമ കാറ്റഗറിയിൽ ഒക്കെ വരുന്ന കുറച്ചധികം സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ റീൽസ് ഒക്കെ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് ഫെയിമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ റസ്മിൻ ബായ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വരുന്ന ഒരു ഫ്രീക്കത്തി വീട്ടമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നിഷാന എൻ. പുള്ളിക്കാരത്തി എന്താണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഒരു പാവം വീട്ടമ്മയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ പുള്ളിക്കാരത്തി തന്നെ പറയുന്നത് ഒരു ഫ്രീക്കത്തി വീട്ടമ്മ എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ എങ്ങനെയായിരിക്കും ഈ 2 കോമണേഴ്സും അവരുടെ കണ്ടന്റുകൾ കൊടുക്കുക എന്നുള്ളത്. ഒരു മെയിലും ഒരു ഫീമെയിലും കോമണറായിട്ട് വരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ബിഗ് ബോസിൻ്റെ കാര്യം അൺപ്രഡിക്റ്റബിൾ ആണ്, ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പം നല്ല നല്ല കണ്ടന്റുകൾ കിട്ടാൻ ചാൻസ് ഉള്ള വ്യക്തികളെ തന്നെയാണ് ഇവർ കോമണേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം കോമണേഴ്സിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വളരെ കടുകട്ടിയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അത്രയും മൈന്യൂട്ടായിട്ട് അത്രയും ടാലൻ്റ് ഉള്ള ആളുകളാണ് ഇവർ കോമണറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് കണ്ടന്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ രണ്ടുപേരും വരട്ടെ, പൊളിക്കട്ടെ. ആദ്യമായിട്ടൊരു കോമണർ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് മലയാളത്തിൽ വിജയി ആവട്ടെ, ടൈറ്റിൽ വിന്നറായി മാറട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഇവരുടേതായിട്ടുള്ള കണ്ടന്റുകളും അതുപോലെ തന്നെ പുതുപുത്തൻ ആശയങ്ങളൊക്കെ പങ്കുവെച്ച് ഇവർക്ക് നല്ല ഒരു ഭാവി അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ. രണ്ടുപേരും ഒരുപാടധികം പ്രതീക്ഷകളായിട്ടായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കട്ടെ. എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വക വളരെ വലിയൊരു അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല നല്ല കണ്ടന്റുകൾ തരാനായിട്ടും ഇവരെ കൊണ്ട് സാധിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്